الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോകനിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുൻകാലത്തെ അപേക്ഷിച്ച് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഭൗതിക സജ്ജീകരണങ്ങളുടെ മികവിലും നാം ഏറെ മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഏറെ സമയമെടുത്ത് നാം ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് വളരെ എളുപ്പമായി. നമുക്ക് അന്യമായിരുന്ന അജ്ഞാതമായിരുന്ന പലതും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശേഷി നാം ആർജിച്ചെടുത്തു. മനുഷ്യർ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെ അതിനേക്കാൾ പൂർവാധികം ശക്തിയിൽ നിർവഹിക്കാൻ സാധിക്കുന്ന ടെക്നോളജികൾ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ചുരുങ്ങിയ സമയത്തിൽ അതിവേഗതയിൽ ലക്ഷ്യസ്ഥാനത്തെത്താനും ധാരാളം പ്രൊഡക്ഷനുകൾ ഉണ്ടാക്കുവാനും ഈ പ്രകൃതിയെയും ആ പ്രകൃതിക്കകത്ത് നടക്കുന്ന നിരവധി പ്രതിഭാസങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും ടെക്നോളജി നമ്മെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ലോകമെത്ര വികസിച്ചാലും എത്ര വലിയ ടെക്നോളജികൾ കണ്ടെത്തിയാലും ആ രംഗത്ത് എത്ര അഭിവൃദ്ധി നാം നേടിയെടുത്താലും അതിനെല്ലാം അപ്പുറത്താണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല എന്നതും അവന്റെ കൈകളിലാണ് എല്ലാറ്റിന്റെയും നിയന്ത്രണം എന്നതും വീണ്ടും വീണ്ടും നമ്മെ ലോകം പ്രകൃതി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലും അതുപോലെ തന്നെ കാലിഫോർണിയയിലുമൊക്കെ അതിശക്തമായ തീ പടർന്ന് പന്തലിച്ചത് നാം കണ്ടു, നാം വാർത്തകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 46,000-ൽ പരം ഹെക്ടർ സ്ഥലം തീ ആളിപ്പടർന്ന് കോടികളുടെ നാശനഷ്ടങ്ങൾ വിതച്ച് 10,000-കണക്കിന് ബിൽഡിങ്ങുകൾ കത്തി നശിച്ച് വലിയ വലിയ സ്ഥാപനങ്ങളും സാമ്പത്തിക വിപണന കേന്ദ്രങ്ങളും സിനിമാ സ്റ്റാറുകളുടെ ലക്ഷോറിയസ് ഭവനങ്ങളുമൊക്കെ ആളിക്കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴുമുള്ളത്. തീയെ നിയന്ത്രിക്കാൻ കഴിയാതെ, കെടുത്താൻ കഴിയാതെ വല്ലാത്ത ആശങ്കയിലാണ്. ലോകത്ത് എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകൾ അവരുടെ അശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് നാം ഉള്ളത്.
സുഹൃത്തുക്കളെ, ഇത്തരം സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ നാം വിശ്വാസികളെന്ന നിലക്ക് കൈക്കൊള്ളേണ്ട ചില ഇസ്ലാമികമായ പാഠങ്ങളും മര്യാദകളും അദബുകളുമുണ്ട്. അതൊരിക്കലും നമ്മൾ കൈവിട്ടു പോകരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമതായി, ഇതൊരു ശിക്ഷയാണോ അതല്ല ഇതൊരു പരീക്ഷണമാണോ, ഇതൊന്നും പറയാൻ നമ്മുടെ കൂട്ടത്തിൽ പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല. പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുമായിരുന്നു ഇതൊരു ശിക്ഷയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണ് എന്നിത്യാദി കാര്യങ്ങൾ പറയാൻ നമ്മൾ ആരുമല്ല. എന്നാൽ പ്രാമാണികമായ ചില വചനങ്ങൾ ചേർത്തു വെച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രവൃത്തികൾ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ വിളിച്ചു വരുത്തും എന്നത് സത്യമാണെങ്കിലും ഇന്ന കാര്യം അള്ളാഹുവിന്റെ അദാബാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കാർക്കുമാവില്ല. സോഷ്യൽ മീഡിയകളിലൂടെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഇസ്ലാമിനെ തന്നെ കരിവാരിത്തേക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മരുന്നിട്ട് കൊടുക്കുന്ന പ്രവർത്തനങ്ങളായി അത്തരം വിഷയങ്ങൾ മാറും എന്നതിനാൽ ആ കാര്യത്തിൽ നാം സൂക്ഷ്മത കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് എന്ത് പാഠമുണ്ട് എന്ന് പഠിക്കാൻ കാറ്റും അതുപോലെ തന്നെ തീയുമാണ് ഇവിടുത്തെ വിഷയം. കാറ്റിൽ തുടങ്ങിയ ആ ഒരു തീനാളത്തെ നാട് മുഴുവൻ, നഗരത്തിലേക്ക് മുഴുവൻ എത്തിച്ചത് കാറ്റാണെങ്കിൽ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ട ജനതയുണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും അവരെക്കുറിച്ച് ആലോചിക്കാൻ നാം സമയം കണ്ടെത്തുകയും അവരിലുണ്ടായിരുന്ന അപജയം എന്താണെന്ന് പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഗോത്രത്തെക്കുറിച്ച്, സമൂദിനെക്കുറിച്ച് പറയുന്നുണ്ട്, ആദിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ. തുടർച്ചയായ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് കാറ്റിനെ അയക്കുകയും അവർ കടപുഴകി വീണ ഈത്തപ്പന തടികൾ പോലെ മറിഞ്ഞു വീഴുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഖമറിലും അതുപോലെ തന്നെ അഹ്ഖാഫിലുമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ടാകുമ്പോൾ നമ്മിലുണ്ടാകേണ്ട ചിന്ത, കാറ്റടിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനാകുമായിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമായിരുന്നു, നബിയെ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബിവിയോട് പ്രവാചകൻ പറയുമായിരുന്നു, മുൻകാലക്കാരെ ഇങ്ങനെയും ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഇത് ശിക്ഷയാണെന്ന് തീർപ്പാക്കി പറയരുത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കാറ്റുകൊണ്ടാണെങ്കിലും തീ കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ഈ പ്രകൃതി കൊണ്ടാണെങ്കിലും പ്രളയങ്ങൾ കൊണ്ടാണെങ്കിലും നശിപ്പിക്കാൻ സാധിക്കുമെന്നും അങ്ങനെ നശിപ്പിച്ച കഥകളുണ്ട് എന്നുള്ളതും നമ്മൾ ഓർത്തെടുക്കുകയാണ് ഇത്തരം സന്ദർഭത്തിൽ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, എല്ലാം പടച്ചറബിന്റെ നിയന്ത്രണത്തിലാണ്. വിവരസാങ്കേതിക വിദ്യ അതിന്റെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ മനുഷ്യനെല്ലാമായി എന്ന് വിചാരിക്കുന്ന, സയൻസിന്റെ വെളിച്ചത്തിൽ എല്ലാവരും ജീവിക്കട്ടെ എന്ന് വലിയ വലിയ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് മതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആളുകൾ ശാസ്ത്ര വെളിച്ചത്തിൽ ജീവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമൊക്കെ ഭൗതികമായ ഒരു മാപിനിയും ഒരു വിവര അന്വേഷണത്തിനുള്ള ഇടവും മാത്രമാണെന്നും അതിനെല്ലാം അപ്പുറത്തൊരു സൃഷ്ടാവുണ്ടെന്നും അവന്റെ കൈകളിലാണ് എല്ലാറ്റിന്റെയും നിയന്ത്രണം എന്നുമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മഴ അത് സാധാരണയായി പെയ്യുമ്പോൾ അത് നമുക്ക് ഉപകാരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ വയനാടുണ്ടായത് എന്താണ് സുഹൃത്തുക്കളെ? നമ്മുടെ കയ്യിലല്ല ഒന്നിന്റെയും നിയന്ത്രണം എന്നത് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും ഈ പ്രപഞ്ചവുമെല്ലാം അള്ളാഹു സംവിധാനിച്ചു വച്ച ഒരു സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാറ്റടിക്കും, അതിനല്ല നിശ്ചയിച്ച ഒരു പരിധി വരെ, അതിനപ്പുറത്തേക്ക് അത് പോവില്ല. മഴ പെയ്യും, അതിന്റെ അളവ് കുറച്ചാണെങ്കിൽ കുറച്ച്, കൂടുതലാണെങ്കിൽ കൂടുതൽ. മലയിടിയും, പാറകൾ ഉരുണ്ടു വീഴും, മണ്ണും അതുപോലെ തന്നെ വെള്ളവും കല്ലും മരവും എല്ലാം ഒലിച്ചു പോകും. അതിനല്ല നിശ്ചയിച്ച ആ ഒരു ലിമിറ്റ് വരെ, അതിനപ്പുറത്തേക്കൊന്നും പോവില്ല. എല്ലാം അള്ളാഹുവിന്റെ കൺട്രോളിലാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകളുടെ ഗതിവിഗതികളിൽ, രാവ് സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നു, ഇതുവരെ അതിനൊരു മാറ്റം. എന്നാൽ ഒരിക്കലത് മാറും. ലോകമവസാനത്തിന്റെ അടയാളമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കുന്ന നാള്, അന്ന് നിങ്ങളുടെ തൗബയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുമെന്നാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടന്ന ഈ സംവിധാനം മാറും ഒരു നിമിഷം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനോട് കൽപ്പിക്കുന്ന ആ നിമിഷത്തിൽ സൂര്യൻ ഉദയസ്ഥാനം അസ്തമയസ്ഥാനമാക്കി മാറ്റുന്ന ഒരു സമയമുണ്ടാകും. വെള്ളം തീനെ അണക്കുന്നതാണെങ്കിൽ പരലോകം ഹാജരാകുന്ന ലോകാവസാനമാകുന്ന ആ സമയത്ത് വഇദൽ ബിഹാറു ഫുജ്ജിറത്, സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുമ്പോൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വെള്ളത്തെ കെടുത്തുന്ന തീയണക്കുന്ന വെള്ളം, സമുദ്രജലം ആളിക്കത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ പ്രകൃതിയുടെ കൺട്രോൾ അല്ലാഹുവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ മനുഷ്യൻ എന്തെല്ലാം നേടിയെടുത്താലും ശരി, ഒന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലല്ലോ മനുഷ്യന്. അതും അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തിന് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ലോകത്താർക്ക് പിന്നെ സാധിക്കുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത്രയെല്ലാം സംവിധാനങ്ങളുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന അവർക്ക് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കഴിവും അവന്റെ കുദ്റത്തും അവന്റെ വലിപ്പവും തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ് സഹോദരന്മാരെ ഇത്. മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന, മനുഷ്യൻ തേടുന്ന, മനുഷ്യൻ സഹായം അഭ്യർത്ഥിക്കുന്ന നിരവധി ശക്തികൾ ഇവിടെയുണ്ട്, എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഇത്തരമൊരു സംഗതി ഉണ്ടായിട്ട് ആർക്ക് തടയാൻ സാധിച്ചു? മനുഷ്യ ദൈവങ്ങൾക്ക് എന്ത് പറ്റി? മനുഷ്യർ ആരാധിക്കുന്ന ശക്തികൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? മതമില്ലെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് അവരുടെ ശാസ്ത്രം കൊണ്ട് ഇതിനെ തടയാൻ സാധിക്കുന്നില്ല? ഇതിനെ മാത്രമല്ല, ലോകത്തുണ്ടാകുന്ന നിരവധി ദുരന്തങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അള്ളാഹുവിന്റെ കഴിവും മനുഷ്യന്റെ അശക്തിയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അള്ളാന്റെ ഒരു കൺട്രോളിലാണ് പോണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം, മനുഷ്യൻ എന്തെല്ലാം ഉണ്ടെങ്കിലും അല്ലാഹ് ഖുർആനിൽ പറയുന്നത് വഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ ദുർബലനാണ്. അവന്റെ കയ്യിൽ ഒരുപാട് ശക്തിയുണ്ട്, അവൻ ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, രാഷ്ട്രീയവും അധികാരവും എല്ലാമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത്തരം ഘട്ടങ്ങളിൽ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ സാധിക്കുമെന്നറിയാതെ ആളുകൾ വിലപിക്കുകയാണ്. ഇവിടെയാണ് മനുഷ്യന്റെ ദുർബലത. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഫഖീറുകളാണ്. അല്ലാഹു നൽകാത്തത് എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഈ ആരോഗ്യം ആര് നൽകിയതാണ്? ഈ കണ്ണും ഈ കാതും ഈ മിടിക്കുന്ന ഹൃദയവും ഈ ശരീരവും ആര് തന്നതാണ്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നൽകാത്ത എന്താണ് നമുക്കുള്ളത്? കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് നമ്മെ സെലക്ട് ചെയ്തത് നാമാണോ? നമുക്ക് കിടക്കാനുള്ള നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തെ തെരഞ്ഞെടുത്തത് നാമാണോ? നമ്മുടെ ജന്മദേശം തെരഞ്ഞെടുത്തത് നാമാണോ? നമ്മുടെ ഹൈറ്റും വെയിറ്റും നമ്മുടെ ശബ്ദവും നമ്മുടെ തലമുടിയുടെ ദിശ പോലും തീരുമാനിച്ചത് നമ്മളല്ല. നമ്മുടെ തൊലിയുടെ വർണ്ണം തീരുമാനിച്ചത് നമ്മളല്ല. ഈവൻ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും എവിടെ വെച്ച് ഈ യാത്ര പൊലിയുമെന്ന് പോലും സങ്കല്പിച്ച് പറയാൻ പോലും കഴിയാത്ത ദുർബലന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യരെ അഹങ്കരിക്കേണ്ട എന്നുള്ളതാണ്. അഹങ്കരിക്കേണ്ട, നമ്മൾ ദുർബലന്മാരാണ് എന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ശക്തിയാണ്. അതുകൊണ്ട് എന്തു വേണം? അഞ്ചാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അനുഗ്രഹങ്ങളെയാണ്, അനുഗ്രഹദാതാവിനെയാണ്. അഹങ്കരിക്കാനല്ല, നാം കൂടുതൽ വിനയാന്വിതന്മാരാകാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ. സുഹൃത്തുക്കൾ, ഒരു നാട് നിന്ന് കത്തിയാൽ എങ്ങനെ അവിടെ ജീവിക്കും? എങ്ങനെ അവിടെ ശ്വസിക്കും? എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. സ്വസ്ഥമായി ശീതീകരിച്ച ഈ പള്ളിക്കകത്ത് നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ അൽഹംദുലില്ലാഹ്, നാം എത്ര അനുഗ്രഹീതരാണെന്ന് പറയാൻ നമുക്കാകണം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് കീഴൊതുങ്ങിയും അവന് നന്ദി കാണിച്ചും നിങ്ങൾ ജീവിച്ചാൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും പടച്ച റബ്ബ് നിങ്ങൾക്ക് ബറക്കത്ത് നൽകും. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിച്ചാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ നമ്മൾ ആരുമല്ല. അപ്പുറത്തെ വീട്ടിലില്ലാത്തത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പടച്ച റബ്ബിനോടൊരു നന്ദി, മനസ്സുകൊണ്ടൊരു തൃപ്തി. അല്ലാഹുവേ, നീ ഇതെല്ലാം നൽകിയത് ഒരു പരീക്ഷണമായിട്ടാണല്ലോ. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തേട്ടം എല്ലാ ഖുതുബയിലും അറിയാതെ കടന്നു വരുന്ന തേട്ടമാണ്. ഉറുമ്പുകൾ സുലൈമാൻ നബിയെയും സൈന്യത്തെയും കണ്ടിട്ട് പറയാ, വേഗം
കൂട്ടിൽ പ്രവേശിച്ചോ, സുലൈമാനും സംഘവും അറിയാതെ നിങ്ങളെ ചവിട്ടി മെതിച്ചേക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ഗ്രഹിച്ച സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഗ്രഹിക്കാനുള്ള ശേഷി തന്ന പടച്ച റബ്ബിനെ ഓർക്കുകയാണ്. ബിസിനസ് വളരുമ്പോൾ പടച്ച റബ്ബിനെ ഓർക്കാൻ നമുക്കാകണം. വിജയം നേടുമ്പോൾ പടച്ച റബ്ബിനെ ഓർക്കാൻ നമുക്കാകണം. ദിവസവും വീട്ടിലേക്കുള്ള അന്നം കൊണ്ടുചെല്ലാൻ നമുക്ക് പോക്കറ്റ് മണി ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് സ്മരിക്കാൻ നമുക്കാകണം. ഈ പശിയടക്കാനുള്ള ഭക്ഷണമായിട്ട് ഇതെങ്കിലും ലഭിച്ചല്ലോ, താമസിക്കാൻ ഈ വീടെങ്കിലും ലഭിച്ചല്ലോ, യാത്ര ചെയ്യാൻ ഒരു സൈക്കിളെങ്കിലും എനിക്കുണ്ടല്ലോ, ആശ്വസിക്കാനും അൽഹംദുലില്ലാഹ് പറയാനും റബ്ബിന് ശുക്റുള്ളവരായി മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നും അഹങ്കരിക്കുകയല്ല. മനുഷ്യൻ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ വെല്ലുവിളിച്ച് തോന്നിവാസികളായി ജീവിച്ച് തെമ്മാടിത്തം തന്റെ ജീവിതത്തിന്റെ മാർഗരേഖയായി സ്വീകരിക്കുകയല്ല വേണ്ടത് എന്നുമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുന്നത്. നന്ദി കാണിക്കുകയാണ് വേണ്ടത്, അഹങ്കരിക്കുകയല്ല വേണ്ടത് എന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുന്നത്. ആറാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഇതൊക്കെ പടച്ചോൻ മടങ്ങാൻ വേണ്ടിയിട്ട് നൽകുന്ന ചില ഉണർത്തലുകളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പരീക്ഷണങ്ങൾ വരും. അയാളുടെ ജോലി സംബന്ധമായി, അയാളുടെ ആരോഗ്യ സംബന്ധമായി, അയാളുടെ കുടുംബ സംബന്ധമായി ഒക്കെ പരീക്ഷണങ്ങൾ വരും. എന്തിനു വേണ്ടിയാണ്? ഒരു മുഅ്മിനാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെല്ലാം പൊറുക്കപ്പെട്ട് അയാളെ വൃത്തിയാക്കി കഴുകി സ്വർഗ്ഗത്തേക്ക് പ്രിപ്പയർഡാക്കാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. ഒരു പാപിയാണെങ്കിൽ അവൻ മടങ്ങാൻ വേണ്ടിയാണ്. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് സമുദ്രത്തിലും കരയിലും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അറിയോ? ലിയുദീഖുഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. അവർ മടങ്ങാൻ വേണ്ടി. എന്താണ് ചെയ്തു കൂട്ടുന്നത്? നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ ജീവന്റെ വില, വേദന എന്താണെന്ന്, കഷ്ടപ്പാട് എന്താണെന്ന്, പട്ടിണി എന്താണെന്ന്, താമസിക്കുന്ന വീടും നഗരവും നശിച്ചുപോയാൽ വലിയ വലിയ മിസൈലുകൾ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിനെ പോലും തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ആ ഒരു ദുരന്തം, ആ ഒരു അവസ്ഥ വന്നാൽ എന്താണ് നമുക്കുണ്ടാകുന്നത് എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പല വിധത്തിൽ നമ്മളെയും ബോധ്യപ്പെടുത്തും. തെറ്റുകളുടെ ദുരന്തങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കും. എന്തിനു വേണ്ടിയാ? ലഅല്ലഹും യർജിഊൻ, മടങ്ങാൻ വേണ്ടിയാണ് എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷ നിങ്ങളെ ബാധിക്കും. എന്തിനു വേണ്ടിയാ? നിങ്ങൾ മടങ്ങാൻ വേണ്ടിയെന്നാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും, ഇത്തരത്തിലുള്ള ഓരോ വാർത്തകളും യഥാർത്ഥത്തിൽ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രചോദനമാണ് സഹോദരന്മാരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏഴാമത്തെ കാര്യം, ദുരന്തങ്ങളുടെ കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി എന്നാണ്. അള്ളാഹു മുൻകാലക്കാരെ നശിപ്പിച്ച കഥകൾ പറഞ്ഞിട്ട് പറയുന്നത് എല്ലാവരെയും അവിടെ പാപങ്ങൾ കാരണത്താൽ പിടിച്ചു എന്നാണ്. സുഹൃത്തുക്കളെ, എന്താ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ആളുകൾക്ക് സുഖവും രസവുമായിട്ടുള്ളത്? എല്ലായിടത്തും ഒരു ഭൂകമ്പം വരാൻ മാത്രമുള്ള തെറ്റുകുറ്റങ്ങളാണ് ഒളിച്ചും മറച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാരിക്കൂട്ടുന്ന സമ്പാദ്യം പൂർണ്ണമായിട്ടും ഹലാലാണെന്ന് എണീറ്റ് നിന്ന് ധൈര്യസമേതം പറയാൻ പറ്റുന്ന ആൾക്കാർ ആരുണ്ട്? കാണുന്നത് പടച്ചറബിന് ഇഷ്ടപ്പെട്ടത് മാത്രമാണെന്ന് പറയാൻ, ആസ്വദിക്കുന്ന അനുഭവിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമാണെന്ന് പറയാൻ എത്ര ആളുകൾക്ക് തന്റെ ഇടമുണ്ട്? എന്റെ ജീവിതം മുഴുമുക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിക്കാണെന്ന് പറയാൻ സാധിക്കുന്ന എത്ര ആളുകളുണ്ട്? ആളുകൾ നല്ലവരാണെന്ന് കരുതുന്നവരുടെ ജീവിതം പോലും വളരെ ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ എങ്ങനെ നമുക്കൊരു സമാധാനപൂരിതമായ ജീവിതം ഉണ്ടാവും? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദുരന്തങ്ങളുടെ പിന്നിൽ നമ്മൾ ശാസ്ത്രം തിരയും, അല്ലെ, ഭൗതിക കാരണങ്ങൾ പറയും, മതം മാത്രം പറയരുത് എന്നുള്ളതാണ് ആൾക്കാർ. മതം പറഞ്ഞാൽ പ്രശ്നമാണ്. ഖുർആനിലെ ആയത്ത് ഓതരുത്, ഹദീസ് ഓതരുത്, അല്ലെ, കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ ആയത്തുകൾ, രോഗങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ, ഇതൊന്നും പറയരുത്. ഇതൊക്കെ പറഞ്ഞാൽ പ്രശ്നം. ഇതൊക്കെ പറഞ്ഞാൽ അത് പിന്നെ ഒരു മതഭൗതികവാദം. എന്നാൽ ശാസ്ത്രം പറയാം, മറ്റു കാര്യങ്ങൾ പറയാം, ഭൗതിക കാരണങ്ങൾ പറയാം, ഇതൊക്കെ പറയാം. മതം മാത്രം പറയാൻ പറ്റൂല, അല്ലെ? ഓരോടൊക്കെ പറയാനുള്ള ജി കണ്ടുകൂട്ടുന്ന ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി. ഖുർആൻ പറഞ്ഞത് മനുഷ്യരുടെ പാപങ്ങൾ കാരണത്താലാണ് അവനെ പിടികൂടുന്നത് എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ചരിത്രങ്ങൾ നിരവധി ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങളുടെ പിന്നാലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും സമൂഹത്തിന്റെ പോക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്കാണ് കുറച്ച് പളവളപ്പ് കൂടുതൽ, അല്ലെ? ഏതെങ്കിലും രണ്ട് മുസ്ലിം സ്ത്രീകൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് വാർത്തയിൽ കണ്ടോ? ഇല്ല. എന്നാൽ മുസ്ലിം രണ്ട് പെൺകുട്ടികളാണ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്, അല്ലെ? എല്ലാ തോന്നിയാസങ്ങളും ഇറക്കുമതി ചെയ്യുന്ന പച്ച തോന്നിയാസങ്ങൾ പാട്ടായി പാടുന്നത് മുസ്ലിം നാമധാരികളാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ എന്തെല്ലാം ആഭാസങ്ങളാണ്! കോടിക്കണക്കിന് ഉറുപ്പ്യ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പൊടി പൊടിച്ചിട്ടാണ് ഒരു കല്യാണം നടത്തുന്നത്.
കുറെ കോസ്മെറ്റിക്സിന് വേണ്ടി, കുറെ ഭക്ഷണത്തിന് വേണ്ടി, കുറെ ഗാനമേളക്കാർക്ക്, കുറെ മറ്റുള്ള ആളുകൾക്ക്. ഇതൊക്കെ വലിയൊരു മാർക്കറ്റിംഗ് ആയിട്ട് മാറിയിട്ട് അത് വഞ്ചിക്കപ്പെടുന്നത് മാപ്പിള മക്കൾ അറിയാതെ പോകുന്നു. തന്റെ പണം പിടുങ്ങാനാണ് ഓരോ ദിവസവും ആഘോഷങ്ങളാക്കി മാറ്റുന്നത് എന്ന് അറിയാതെ പോയിട്ട്, അത് കുട്ടികളുടെ ആഘോഷമല്ലേ, അത് കല്യാണമല്ലേ, അത് ഹാപ്പി ആയിക്കോട്ടെ, അത് സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിടുമ്പോൾ സഹോദരന്മാരെ, ഇതിലപ്പുറം വരും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 8ാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, ദുരന്തത്തിന് നാടില്ല, നഗരമില്ല, സ്ഥലമില്ല, സമയമില്ല. ഖുർആൻ പറ, അഫഅമിന അഹ്ലുൽ ഖുറാ യഅതിഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ അഫഅമിന അഹ്ലുൽ ഖുറാ യഅതിഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. ഉറങ്ങുമ്പോൾ വരും, പകൽ സമയത്ത് കളിച്ച് ആനന്ദിച്ചുല്ലസിക്കുന്ന സമയത്തും ദുരന്തങ്ങൾ വരും. അതുകൊണ്ട് ഏത് സമയത്തും പടച്ചോന്റെ അദാബ് അല്ലാഹ് ഇറക്കാൻ തീരുമാനിച്ചാൽ ഏത് സമയത്തും വരും, ഏത് നാട്ടുകാർക്കും വരും. അതുകൊണ്ട് ബോധമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. 9ാമത്തെ കാര്യം, നമ്മൾ പ്രതിവിധി തേടുക. എന്താ പ്രതിവിധി? പടച്ചോലേക്ക് മടങ്ങുക, ഇസ്തിഗ്ഫാർ തേടുക. അലി റളിയല്ലാഹു അൻഹു പറയാണ്, 2 കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള 2 സംരക്ഷണങ്ങൾ ഭൂമിയിലുണ്ട്. അവയിൽ ഒന്ന് പോയി. അതെന്താ? റസൂലാണ്. നബി ഉള്ളപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ശിക്ഷ ഉണ്ടാവില്ല. ഒന്ന് പോയി. 2ാമത്തേത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കാലമത്രയും അള്ളാഹു അവരെ പിടികൂടുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുക, പ്രാർത്ഥിക്കുക, പടച്ചോന്റെ തവക്കുലാക്കുക, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. മനസ്സിലായില്ലേ? അവിടെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദുരന്തമുഖത്ത് ആരും സന്തോഷിക്കുന്നില്ല, അവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് നമ്മൾ ആരും പറയുന്നില്ല. കാരണം ഒരു ദുരന്തമുഖത്ത് കുറ്റവാളികൾ മാത്രമല്ല ഉണ്ടാവുക, നിരപരാധികളും ഉണ്ടാകും. ഫലസ്തീനിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, അവിടെ ക്രിസ്ത്യാനികളുമുണ്ട്, ഇതര മതസ്ഥരുമുണ്ട്. ദുരന്തമുഖത്ത് നമ്മൾ ആരും തന്നെ അവിടെ വികാരം കൊണ്ട് നമ്മൾ അവർക്കെതിരെ പ്രാർത്ഥിക്കാനോ അങ്ങനെ തന്നെ വേണമെന്ന് പറയാനൊന്നും ഒരു വിശ്വാസി ഒരിക്കലും തയ്യാറാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കല്ലെറിഞ്ഞവർക്ക് പോലും നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ച മാതൃകയാണെങ്കിൽ സഹോദരന്മാരെ, നല്ലത് വരട്ടെ, മാറി ചിന്തിക്കട്ടെ. സമൂഹത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾക്ക് ഒരു രാജ്യം തിരിയാൻ ശ്രമിച്ചാൽ നാടും നഗരവും മൊത്തം രാജ്യങ്ങളും നന്നാവുമല്ലോ എന്ന പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. 10ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, വിവേകം ഉണ്ടാവുക. അത് ഇതിന്റെ ഭാഗമാണ്. വികാരപ്രകടനം ഉണ്ടാകരുത്, വിവേകം കാണിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചിട്ട് ഇടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ഓരോരുത്തരും മൂലക കുത്തി എഴുതിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അതൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യാൻ നിൽക്കുക. അതിന് നിൽക്കരുത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഷെയർ ചെയ്താൽ അതിന്റെ ഓണർ പിന്നെ നമ്മളായി. എഴുതിയോൻ ആരോ ആകട്ടെ, ചെയ്താൽ പിന്നീട് നമ്മളായി. മനസ്സിലായില്ലേ? അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, വികാരഭരിതരാകാതിരിക്കുക, ഓരോന്നിലും പാഠം ഉൾക്കൊള്ളുക, പടച്ച റബ്ബിനെ മനസ്സിലാക്കുക, അവന്റെ ഖുദ്റത്ത് മനസ്സിലാക്കുക. എത്ര വളർന്നാലും മനുഷ്യ നീ ദുർബലനാണ്. ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വിവിധങ്ങളായ തരത്തിലുള്ള അനുഭവങ്ങളും സംഗതികളും നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നാം നമ്മിലേക്ക് തിരിയുകയും നമ്മെ പരിശോധിക്കുകയും ചെയ്യണം. ഇസ്ലാം ഏറ്റവും സമാധാനകരമായ ജീവിതം സമ്മാനിക്കുന്ന ഒരു മതമാണ്. എവിടെ നമുക്ക് അസ്വസ്ഥതയുണ്ടോ അവിടെ നമ്മൾ നമ്മുടെ ദീനിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കണം. നമ്മളും പടച്ചറബും നല്ല ഒരു ബന്ധത്തിലാണെങ്കിൽ എന്തു പ്രശ്നമുണ്ടായാലും സങ്കടമുണ്ടാകുമെങ്കിലും നമുക്ക് ഏത് പ്രശ്നത്തെയും അതിജയിക്കാൻ സാധിക്കും. എല്ലാ വിജയത്തിന്റെയും രഹസ്യമെന്ന് പറയുന്നത് പടച്ചറബിനോടുള്ള നമ്മുടെ ഹുബ്ബാണ്. അള്ളാഹുവിന്റെ ദീനിനോട് നമുക്കുള്ള കൂറാണ്. ആ ദീനിന്റെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കുന്നതോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ഒരു വിലപിടിപ്പുള്ള വ്യക്തിയായി മാറി. പടച്ചോ നമ്മളെ പരിഗണിച്ചാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാൻ. എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട ആൾക്കാര് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ. മറിച്ച് മൺമറഞ്ഞുപോയ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ചയും പൂരവും ആഘോഷങ്ങളുമാക്കി കഴിച്ചുകൂട്ടി. കഴിഞ്ഞ ദിവസം പുതിയങ്ങാടി പള്ളി നേർച്ചക്ക് കൊണ്ടുവന്ന ആന എടഞ്ഞിട്ട് ഒരു മനുഷ്യനെ കൊന്നു. സുഹൃത്തുക്കളെ, എന്താണ് നേർച്ച? എന്താ നേർച്ച? ഐച്ഛികമായൊരു കർമ്മം നിർബന്ധമായും താൻ പ്രവർത്തിക്കുമെന്ന് ബുദ്ധിയും വിവേകവുമുള്ളൊരു മുസ്ലിം അള്ളാഹുവിന് വേണ്ടി സ്വയം പ്രഖ്യാപിക്കുന്നതാണ് നേർച്ച. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. ഞാൻ പറയാണ്, എല്ലാ തിങ്കളാഴ്ച നോമ്പും ഞാൻ ഇനി മുതൽ നിർവഹിക്കുക തന്നെ ചെയ്യും.
അത് നേർച്ചയാക്കാണ്. അങ്ങനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ തിങ്കളും നോൽക്കൽ എനിക്ക് നിർബന്ധമായി. ബലിയറുക്കൽ സുന്നത്താണ്. ഒരു ആടിനെ അറുക്കുക എന്നുള്ള സുന്നത്താണ്. ഒരുത്തിന് വേണമെങ്കിൽ അറുക്കാം, വേണമെങ്കിൽ അറുക്കാതിരിക്കാം. കൂലി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാനത് അറുക്കാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാളത് നിർവഹിക്കൽ നിർബന്ധമാണ്. നിർവഹിച്ചില്ലെങ്കിൽ അയാൾ അതിൻ്റെതായിട്ടുള്ള പ്രായശ്ചിത്ത മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതാണ് നേർച്ച. അതിലെവിടെ ഖബറുള്ളത്? അതിലെവിടെയാണ് മരിച്ച ആളുള്ളത്? അതിലെവിടെയാണ് ആനയുള്ളത്? അതിലെവിടെയാണ് പൂരമുള്ളത്? അതിലെവിടെയാണ് ചെണ്ടമേളമുള്ളത്? അവിടെ എവിടെയാണ് ഒരു പണപ്പിരിവുള്ളത്? അവിടെ എവിടെയാണ് ആണും പെണ്ണും ഒരു സാമ്പാർ പോലെ മിക്സായിട്ട് രാവും പകലും വ്യത്യാസമില്ലാതെ ഇടകലർന്ന് ജീവിക്കാനുള്ള അവസരമുള്ളത്? അവിടെ എവിടെയാണ് പിന്നെ വെടിമരുന്നുള്ളത്, പടക്കമുള്ളത്? ഇതൊക്കെയാണ് അത്ര നേർച്ച. അതുകൊണ്ട് ഒരു മുസ്ലിമിന് മിനിമം ഉണ്ടാകേണ്ട സാധനം കോമൺ സെൻസ് ആണ്. ഇസ്ലാം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുദ്ധി തന്നെ കറക്റ്റ്, എത്ര മനോഹരമാണ് അള്ളാഹു പറഞ്ഞ ഈ കാര്യം എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും ബ്യൂട്ടിഫുൾ ആണ് അള്ളാന്റെ ദീന്, അത്രയും മനോഹരമാണ് അള്ളാന്റെ ദീന്. അതിന് ഇത്തരത്തിലുള്ള മാറാപ്പുകൾ വെച്ച് കെട്ടി ഈ മതത്തെ വളരെ മോശമാക്കുന്നത് ഇവിടുത്തെ പുരോഹിതന്മാരും അവർക്ക് തക്ബീർ ചൊല്ലാനുള്ള ചിന്തിക്കാത്ത കുറച്ച് പാവം അണികളുമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ആ ഒരു നേർച്ചയിൽ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല, നേർച്ചയെ ഇത്ര വലിയ പോരിശയാക്കാൻ മാത്രം റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് പിശുക്കന്റെ പണം പുറത്തിയടിക്കാൻ സഹായിക്കുന്നല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേർച്ച, ഇതാണ് ഇസ്ലാമിന്റെ നേർച്ച. ആ നേർച്ച നേരാണെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ നേരാനും പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇന്ന ശുഹദാക്കൾക്ക് ഒരു ആട്, ഇന്ന പിന്നെ ജാറത്തൊരു പോത്ത്, ഇങ്ങനൊരു നേർച്ച ഇല്ല. അത് ശിർക്കൻ വിശ്വാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരും മുമ്പ് മക്കയിലെ മുശ്രിക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും അവർ പിന്നെ വിഗ്രഹങ്ങളുടെ മുമ്പിലാണ് ചെയ്തിരുന്നെങ്കിൽ ഇവര് ജാറങ്ങളിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ കൃത്യമായിട്ട് പഠിക്കാനും ഇത്തരത്തിലുള്ള വികലവാദങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു മനസ്സിലാക്കി നമ്മളൊക്കെ ശരിയായ വിശ്വാസത്തിലും ആദർശത്തിലും തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പിക്കാനും തയ്യാറാവുക. വിശ്വാസ രംഗത്ത് സംഭവിക്കുന്ന ജീർണത മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് വിട്ട് മറ്റു മാർഗങ്ങളെ ഫോളോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയാൽ കുഴപ്പങ്ങളും ശിക്ഷകളൊക്കെ ഇറങ്ങുന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലവരായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിലുള്ള വിശ്വാസവും അവനോടുള്ള ആരാധനയോടുമുള്ള ഹുബ്ബ് അല്ലാഹു നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ആ ആരാധനയുടെ ആസ്വാദനത്തിൽ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹ്ക്ക് വെറുപ്പുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് വില കൊടുത്തും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ഈമാനിക കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുവദിച്ചതിൽ മാത്രം ആസ്വാദനം കണ്ടെത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ രംഗത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നീറുന്ന നിരവധി വ്യഥകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ, അവരെ സഹായിക്കാനും അവരിലേക്ക് എത്തിച്ചേരാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആ രോഗികൾക്കൊക്കെ അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന രോഗങ്ങൾ അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ തരത്തിലുള്ള മുസീബത്തുകളെയും അള്ളാഹു തടഞ്ഞു വെക്കുമാറാവട്ടെ. അള്ളാഹു സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു ഈ പ്രകൃതിയെ അതിന്റെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു ഈ സമാധാനവും ശാന്തിയും ഉറപ്പിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യർക്കിടയിൽ, സമൂഹത്തിനിടയിൽ, സംഘടനകൾക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ അള്ളാഹു ഐക്യവും സാഹോദര്യവും ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ. വളരെ ശുഷ്കമായ ജീവിതകാലം അള്ളാഹുവിനു വേണ്ടി മാറ്റിവെച്ച് എക്കാലത്തും ജീവിക്കാനുള്ള സ്വർഗത്തിനു വേണ്ടിയുള്ള കോപ്പ് ശേഖരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ദീനീ ബോധമുള്ള ഇഖ്ലാസുള്ള ഹാഫിദുകളും പണ്ഡിതന്മാരും സമൂഹത്തിന്റെ ഉന്നതങ്ങളിലെത്തുന്നവരുമായ മക്കളെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലായിടത്തും അള്ളാഹു കൺകുളിർമയും ആശ്വാസവും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ برحمتك يا أرحم الراحمين.